ഹലോ ഗൈസ്, ഒരു കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കുന്ന കണ്ടാലോ? ഇതിൻ്റെ ശരിക്കുള്ള പേര് കുഞ്ഞിപ്പത്തിൽ തന്നെയാണോ എന്നറിയില്ല. ഞങ്ങൾ ചെറുപ്പം മുതലേ കുഞ്ഞിപ്പത്തിൽ എന്നാണ് പറയല്. അങ്ങനെ അതിനായിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടിയും അതിലേക്ക് നല്ല ജീരകം കുറച്ചിടുക, മഞ്ഞൾപ്പൊടിയും കുറച്ചിട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. അതിൻ്റെ ഇടയിൽ എനിക്ക് പണിയുണ്ടെന്ന് കണ്ടാൽ ഭയങ്കര വിശപ്പായിരിക്കും. പിന്നെ എന്നെപ്പറ്റി അറിയുന്ന ആൾക്കാർ അതിനെ മടിയെന്നെല്ലാം പറയുന്ന പോലെ എന്തും പറയട്ടെ, അതാണല്ലോ സത്യം. അങ്ങനെ ഞാൻ എൻ്റെ മടിയെല്ലാം കുറച്ച് സൈഡാക്കി കുറച്ച് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇഡ്ഡലി തട്ടിന് നല്ല ഓയിൽ മസാജും ഓയിൽ ബാത്തെല്ലാം കൊടുത്ത് ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടി. നമ്മൾ റെഡിയാക്കി വെച്ച മാവ് എടുത്തിട്ട് ചെറിയ ബോളാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇഡ്ഡലി തട്ട് റെഡിയാക്കി വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും നമ്മൾ ഉരുട്ടിയെടുത്തിട്ട് വേവിപ്പിച്ചെടുക്കണം. നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് വേവിപ്പിച്ചെടുക്കുക. അതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് മിക്സിയിൽ കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ട് ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അത് അരച്ച് സൈഡാക്കിയതിന് ശേഷം നമ്മളൊരു പാത്രം വെച്ചിട്ട് എണ്ണ ചൂടാക്കുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, സവാള അരിഞ്ഞത് ഇട്ടിട്ട് നല്ലോണം ബ്രൗൺ കളറായി വരുന്നവരെ ആക്കുക. എന്നിട്ട് അതിലേക്ക് തക്കാളി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ട മസാലകൾ ഇടുക. കുറച്ച് മല്ലി, മുളക്, മഞ്ഞൾ, ഗരം മസാല, കുറച്ച് കുരുമുളക്, അതെല്ലാം ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ട് ബീഫ് വേവിച്ച് വെച്ചതുണ്ടായിരുന്നേ, അത് അതിലേക്ക് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്തിട്ട് ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചിട്ട് അതൊന്ന് പതപ്പിക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ വേവിപ്പിച്ച് വെച്ച മറ്റേ കുഞ്ഞിപ്പത്തിലില്ലേ, അരി ഉരുട്ടിയത്, അത് നമ്മൾ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് പച്ചവെള്ളം തെളിച്ച് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ വിട്ട് വരാനാണ്, എല്ലാം ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കുറച്ച് വെള്ളം നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. അങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ ഈ തിളച്ച് വന്ന ആ കറിയില്ലേ ഇപ്പോൾ റെഡിയാക്കി വെച്ചത്, അതിലേക്ക് ഈ സാധനം കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് പാത്രം ചെറുതായി പോയിട്ടോ സാധനം കുറവായി. ഇനി നമ്മൾ ആദ്യം അരച്ച് വെച്ച തേങ്ങയില്ലേ മിക്സിയിൽ, അതെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ പത്തിലും അതിനടിയിലത്തെ കറിയും മേലെ ഒഴിച്ച് നമ്മളെ തേങ്ങൻ്റെ ആ മിക്സും എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മേലെ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു നല്ല അടപ്പ് കൊണ്ട് അടച്ച് വെക്കുക. ഒരു 10-15 മിനിറ്റോളം ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ അടിപൊളി കുഞ്ഞിപ്പത്തിൽ റെഡി. എനിക്ക് ഈ പ്ലേറ്റിലിട്ടിട്ട് ഡെക്കറേഷൻ ചെയ്യാനോ സെർവ് ചെയ്ത് വെച്ച് ഫോട്ടോ എടുക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല ഗൈസ്. സാധനം സെറ്റായോ ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഒരു വാലിട്ടതാണ്. പിന്നെ എനിക്കത് തിന്ന് തീർക്കാണ്ട് ഒരു സമാധാനം ഇല്ലേനു ഗൈസ്, അതുകൊണ്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ശരി, ടാറ്റാ.